ഹലോ. അപ്പോൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറിയാണ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ ബൈ ആൻ ഫ്രാങ്ക്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലുള്ളത് ഡയറി എൻട്രീസും ലെറ്റേഴ്സുമാണ്. അപ്പോൾ ലെറ്റസ് ഡിസ്കസ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ ബൈ ആൻ ഫ്രാങ്ക്. Anne Frank was a German Jewish girl who was a victim of the anti-Jewish law of Nazi Germany. അപ്പോൾ ജർമ്മനിയിലുള്ള നാസി റെജിമിൻ്റെ ഇതിൽ ഒരു വിക്റ്റിമായിരുന്നു ആൻ ഫ്രാങ്ക്. അപ്പോൾ അന്നത്തെ ടൈമിൽ ജർമ്മൻ റൂളിൻ്റെ ഇതിൽ പെട്ട് അന്ന് ഫേസ് ചെയ്ത ഓരോ ഇഷ്യൂസും മറ്റുമാണ് ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയിൽ പറയുന്നത്. ഷി വാസ് ദ സെക്കൻഡ് ഡോട്ടർ ഓഫ് ഓട്ടോ ഫ്രാങ്ക് ആൻഡ് എഡിത്ത് ഫ്രാങ്ക്. Parents are Otto Frank and Edith Frank. Both belong to respectable German Jewish families who were engaged in business for many generations. She had an elder sister, Margot. Both the sisters were raised in Germany in an atmosphere of forbearance and friendliness. In 1933, when the Nazis ascended to power, all the conditions prevailing there changed and animosity towards the Jewish multiplied. അപ്പോൾ അന്ന് ആ നാസി റൂളിൻ്റെ അതിനെക്കുറിച്ച് അന്ന് ആ ഒരു നാസി റൂള് അവിടെ നടത്തിയൊരു ചേഞ്ചിങ്, അപ്പോൾ അന്ന് അവിടെ ഒരു ഫേസ് ചെയ്ത ഓരോ കണ്ടീഷനെ കുറിച്ചാണ് ഇതിൽ പറയണത്. ദോ ജൂയിഷ് പോപ്പുലേഷൻ വാസ് ലെസ് ദാൻ 1% in Germany, they were blamed for the social, economic and political hardships escalating in the country. അപ്പോൾ ജൂയിഷ് പോപ്പുലേഷന് അപ്പോൾ ജൂസിൻ്റെ ഇത് അവിടെ നഷ്ടപ്പെട്ടു, അവർ കുറഞ്ഞാണ്ട് മറ്റുള്ളതിനാണ് അവിടെ ഇത് കൂടുതൽ ഇത് വന്നത്. അപ്പോൾ ഇവർക്ക് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. ദ ഫ്രാങ്ക്സ് ആൻഡ് മെനി ജർമ്മൻ ജ്യൂസ് ലെഫ്റ്റ് ഫ്രാങ്ക്ഫർട്ട് ഫോർ ആംസ്റ്റർഡാം, ദ നെതർലാൻഡ്സ്, എ സേഫ് ഹാവൻ for religious minorities for many centuries. They were living happily there, free from Nazi attacks. അപ്പം അങ്ങനെ ഒരു നാസിസ്റ്റിൽ നിന്ന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ഈ ഒരു ഇതിൽ കഴിയുമ്പോഴാണ് all these hopes shattered when in May 1940 the Germans invaded the Netherlands and once again the Frank came under Nazi rule. അങ്ങനെ അവർ ആ ഒരു ഇതിൽ നെതർലാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ നല്ലൊരു ഹാപ്പി ആയിട്ട് ലൈഫ് നയിക്കുമ്പോഴാണ് നാസി റൂള് നെതർലാൻഡിലൂടെ വരുന്നത്. അപ്പോൾ അവർ പിന്നെയും ഈ നാസി റൂളിൻ്റെ അണ്ടറിലാവുകയും പിന്നെയും ഇങ്ങനെ ഒരു ലൈഫ് വൺസ് അഗെയിൻ ദ ഫ്രാങ്ക് കെയിം അണ്ടർ നാസി റൂള്. അപ്പോൾ അവരുടെ ആ ഒരു ഹാപ്പി ലൈഫ് നഷ്ടമാവാണ് അവർക്ക്. ആസ് എ സിറ്റുവേഷൻ ഗുഡ് വേഴ്സ്, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ബാഡായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. ദ ഫ്രാങ്ക് ഫാമിലി വെൻറ്റ് ഇൻ ടു ഹൈഡിങ്. അങ്ങനെ ഫ്രാങ്കിൻ്റെ ഫാമിലി ഹൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അത്രയ്ക്കും ഒരു ഭയങ്കര പല അട്രോസിറ്റീസാണ് അവർ നാസിസ്റ്റ് റൂളിൽ നിന്ന് ഫേസ് ചെയ്തത്. ദ മൂവ്ഡ് ടു എ പ്ലേസ് ദ ഹാഡ് ഇൻ ദെയർ മൈൻഡ് ആൻഡ് ആനക്സ് ഓഫ് റൂംസ് എബവ് ഓട്ടോ ഫ്രാങ്ക്സ് ഓഫീസ് അറ്റ് 263 പ്രിൻസൻഗ്രാച്ച് ഇൻ ആംസ്റ്റർഡാം. അപ്പോൾ ഓട്ടോ ഫ്രാങ്കിൻ്റെ ഓഫീസിലെ ഒരു സീക്രട്ട് റൂമിൽ അവർ ഹൈഡ് ചെയ്യാൻ തീരുമാനിച്ചു ഫോർ എസ്കേപ്പിംഗ് ഫ്രം നാസി റൂളിങ് ആൻഡ് കാൾ ദിസ് ഹൈഡിങ് പ്ലേസ് ആസ് സീക്രട്ട് ആനക്സ്. അപ്പോൾ ഈ ഒരു സീക്രട്ട് പ്ലേസിനെ എന്താ വിളിച്ചിരുന്നത്? സീക്രട്ട് ആനക്സ്. ദേ ലിവ്ഡ് ദർ ഫോർ ഓൾമോസ്റ്റ് 2 years until they were found out in 1944 as someone betrayed them. പക്ഷേ ആരോ ബിട്രേ ചെയ്തത് കാരണം 1944 അവർ ആ ഒരു പ്ലേസ് കണ്ടെത്തി. എന്നിട്ട് ദേ വർ അറസ്റ്റഡ് ബൈ ദ നാസി പോലീസ്. ഗെസ്റ്റപ്പോ എന്ന് പറഞ്ഞാൽ നാസി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഗെസ്റ്റപ്പോ മീൻസ് ജർമ്മൻ സീക്രട്ട് സ്റ്റേറ്റ് പോലീസ് ഡ്യൂറിങ് ദ നാസി റെജിം ഓൺ 4th August 1944. അപ്പോൾ ഈ ഡയറിക്ക് എടുക്കാം. അപ്പോൾ ഇതിലൊരു ഡയറി എൻട്രിയിൽ എല്ലാം ഡീറ്റെയിൽ പറയുന്നില്ല, ഒരു ജസ്റ്റ് ബ്രീഫ് നോട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡയറി ഷി കെപ്റ്റ് എ ഡയറി ഫ്രം June 12, 1942 ടു August 1, 1944. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഡയറിയാണ് ഇതിലുള്ളത്. അവൾ ഡയറി സൂക്ഷിച്ചത് ആ ഒരു ഡേറ്റ് മുതലുള്ളതായിരുന്നു. ഇനീഷ്യലി ഷി റോട്ട് ഫോർ ഹെർസെൽഫ്. അപ്പോൾ അവൾ സ്വയം എഴുതിയതാണ്, അന്ന് ഫേസ് ചെയ്ത ഓരോ ഫീലിങ്സ് ആൻഡ് ഫ്രാങ്ക് സ്വയം എഴുതിയതാണ്. വൺ ഡേ ഇൻ 1944 ജെറിക് Bolkestein, a member of the Dutch government in exile, announced in a radio broadcast from London that after the war he was planning to draw together an eyewitness account of the suffering of the Dutch people under the German regime.
He also added that it would be made available to the public. അപ്പോൾ അന്ന് 1944 ഒരു ദിവസം ജെറിക് ബോൾക്കസ്റ്റിൻ, ഡച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു മെമ്പറായ ജെറിറ്റ് അനൗൺസ് ചെയ്തു എന്ത്, ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട് ഓഫ് ദ സഫറിങ് ഓഫ് ദ ഡച്ച് പീപ്പിൾ അണ്ടർ ദ ജർമ്മൻ റെജിമിൻ്റെ കീഴിൽ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതൊരു പബ്ലിക്കിനുള്ള ഒരു പ്രോഗ്രാമാണെന്നും കൂടിയും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആൻ വാസ് ഇംപ്രസ്ഡ് ബൈ ദിസ് സ്പീച്ച് ആൻഡ് ഷീ ഡിസൈഡഡ് ടു പബ്ലിഷ് എ ബുക്ക് ബേസ്ഡ് ഓൺ ഹെർ ഡയറി വൺസ് ദ വാർ എൻഡഡ്. അന്നപ്പോൾ ആന് ഡിസൈഡ് ചെയ്തു ഇങ്ങനെ തൻ്റെ ഡയറിയും ഈ ഒരു ടൈമിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ ബിഗാൻ റീറൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഹെർ ഡയറി. അപ്പോൾ ആ ടൈമിൽ ആൻ എന്തായിട്ട് അവരുടെ ഡയറി റീറൈറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്യാനും റെഡിയായി. ഷീ നെയിംഡ് ഇൻ വേർഷൻ ബി. അങ്ങനെ വേർഷൻ ബി ആയിട്ട് നെയിം ഇട്ടു. ദ ലാസ്റ്റ് എൻട്രി വാസ് ഡേറ്റഡ് ഓഗസ്റ്റ് 1, 1944. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള എൻട്രി ചെയ്തത് എന്നാണ് 1944 ഓഗസ്റ്റ് 1. ഓൺ ദാറ്റ് ഡേറ്റ് 8 പീപ്പിൾ ഹൈഡിങ് ഇൻ ദ സീക്രട്ട് ആനക്സ് വർ അറസ്റ്റഡ്. അന്ന് അവിടെ ഹൈഡ് ചെയ്ത് 8 പീപ്പിളെയും സീക്രട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആഫ്റ്റർ ദ മാസ് അറ്റാക്ക് Mead, Gaze and Beb was pushed. Two secretaries working in the building found Annie's diaries scattered all over the floor. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മാസ് അറ്റാക്കിന് ശേഷം മീഡ് ഗേറ്റ്സും ബെബ് വോസ്ക്വീജിൽ എന്ന് പറഞ്ഞ 2 സെക്രട്ടറിമാർ, അവിടെ വർക്ക് ചെയ്ത സെക്രട്ടറിമാർ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കണ്ടെത്തി. സ്കാറ്റേർഡ് ഓൾ ഓവർ ദ ഫ്ലോറിൽ ചിന്തിച്ചിതിരി കിടക്കുകയായിരുന്നു. Later, when it was confirmed that Anne was dead, they gave the diaries and read to Anne's father, Otto Frank. അപ്പോൾ അവരെന്ത് ചെയ്തു, ആൻ ഫ്രാങ്ക് മരിച്ചു എന്ന് അവർ അറിഞ്ഞതിൽ തന്നെ ആൻ ഫ്രാങ്ക് മരിച്ചു. അപ്പോൾ അവർ ആൻ ഫ്രാങ്കിൻ്റെ അച്ഛനായ ഓട്ടോ ഫ്രാങ്കിന് ആ ഡയറി കൈമാറി. ആഫ്റ്റർ ലോങ് ഡെലിബറേഷൻ ഓട്ടോ ഫ്രാങ്ക് ഡിസൈഡഡ് ടു ഫുൾഫിൽ ഹിസ് ഡോട്ടേഴ്സ് വിഷ് ആൻഡ് പബ്ലിഷ് ഹെർ ഡയറി. അപ്പോൾ ഡോട്ടറിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തൻ്റെ ഡയറി പബ്ലിഷ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ എന്തായി, ഓട്ടോ ഫ്രാങ്ക് അത് ആ ഒരു ലോങ് ഡെലിബറേഷന് ശേഷം ഓട്ടോ ഫ്രാങ്ക് എന്ത് ചെയ്തു, മകളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനീഷ്യൽ പബ്ലിക്കേഷൻ വാസ് 1947. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലായിട്ടുള്ള പബ്ലിക്കേഷൻ എന്നായിരുന്നു 1947. Out of respect for the dead, Otto Frank omitted a number of anti-flattering passages about his wife and other residents of the secret annex. Anne Frank was 13 when she began her diary and 15 when she was forced to stop, wrote without reserve about her likes and dislikes. The diary addressed to Kitty. അപ്പോൾ ഡയറിൻ്റെ നെയിം എന്തായിരുന്നു, കിറ്റി എന്നായിരുന്നു ഡയറിൻ്റെ നെയിം. Was a red and white checkered book that she received as a gift on her 13th birthday. അപ്പോൾ ആ ഒരു ഡയറി നല്ലൊരു ആ ഒരു ഡയറി എങ്ങനെയായിരുന്നു, റെഡ് ആൻഡ് വൈറ്റ് ചെക്കേർഡ് ബുക്കായിരുന്നു. 13th ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ അതിൽ ഫ്രാങ്ക് നേരിട്ട് ഓരോ നാസിസ്റ്റ് റെജീമിൻ്റെ അന്ന് ഫേസ് ചെയ്തിട്ടുള്ള ഓരോ ഇഷ്യൂസാണ് ഇതിൽ ഫ്രാങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വെരി ബ്രീഫായിട്ടാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. Here we are analyzing 2 of the many entries in her diary. The first entry being discussed in the one on Monday 22 May 1944. ആ ടൈമിലാണ് ഫസ്റ്റ് ആയിട്ടുള്ള എഴുതുന്നത്. She begins the entry by addressing her fictitious friend Kitty. കിറ്റി എന്ന് പറഞ്ഞ ഡയറിൻ്റെ നെയിമാണ്. അപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ കിറ്റി, ആ ഒരു ഇതിലാണ് അഡ്രസ്സ് ചെയ്യുന്നത്. She expresses her concern for her fellow Jewish community. She explains the terror that was being spread due to anti-Semitism. Hatred of Jews. The cause of this hatred towards Jews were because the Christians blamed them for the terrible punishments and dreadful fate faced by them. അപ്പോൾ ആ ജ്യൂസിൻ്റെ ഒരു പോപ്പുലേഷൻ അവിടെ ക്രിസ്ത്യൻസ്, അപ്പോൾ നാസിസ്റ്റ് റെജീം അവരുടേതായിട്ടുള്ള ഒരു വരികയാണ്. അപ്പോൾ ഈ ജ്യൂസിന് അവിടെ ഒരു വാല്യൂ ഉണ്ടാവാതെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഒപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. ഷീ ഓൾസോ സ്ട്രെസ്സസ് ദാറ്റ് വൺ മസ്റ്റ് ലുക്ക് അറ്റ് ദീസ് മാറ്റേഴ്സ് ഫ്രം ബോത്ത് ദി സൈഡ്സ്. അപ്പോൾ അവൾ പറയണത് എന്താണ്, ഓരോരുത്തരും ആ ഒരു മാറ്ററിലേക്ക്
നോക്കൽ മസ്റ്റാണ്. എല്ലാ സൈഡിൽ നിന്നും ഈ ഒരു മാറ്ററിലേക്ക് നോക്കൽ ഓരോരുത്തർക്കും മസ്റ്റാണ്. ഷീ ഈസ് ഇൻ ഡിലേമ ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിസ്ത്യൻസ് അറ്റ് ഹെർ പ്ലേസ് ആൻഡ് ദാറ്റ് ഓഫ് സഫറിങ് ജ്യൂസ്. അപ്പോൾ അവൾക്ക് ഒരു ഡിലേമ ഉണ്ട്. എന്തിനെ കുറിച്ച്? ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിസ്ത്യൻസ്. അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് ക്രിസ്ത്യൻസിനാണ്. ജ്യൂസിൻ്റെ ഒരു പോപ്പുലേഷൻ തന്നെ അവിടെ ലെസ്സായി വരികയാണ്. അപ്പോൾ ആ ഒരു സഫറിങ് ഓഫ് ജ്യൂസിനെ കുറിച്ച് അവൾക്കൊരു ഡിലേമ ഉണ്ട്. ഷീ ഫീൽസ് ദാറ്റ് വൺ ഡേ ദെയർ സൈലൻസ് വിൽ ബി ബ്രോക്കൺ. അപ്പോൾ എല്ലാവർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവൾ പറയാണ്, അവൾക്ക് തോന്നുകയാണ് വൺ ഡേ ദെയർ സൈലൻസ് വിൽ ബി ബ്രോക്കൺ. അവർ സൈലൻസ് ബ്രോക്കൺ ചെയ്ത് അവരുടെ റൈറ്റ്, അവരുടേതായിട്ടുള്ള വോയിസ് ഉയർത്താൻ കഴിയുമെന്ന് അവൾ ഫീൽ ചെയ്യണം. വിത്ത് ദ റെജീം ഓഫ് ഹിറ്റ്ലറിൻ്റെ റെജീമിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ജർമ്മൻ ജ്യൂസ് ഹു എമിഗ്രേറ്റഡ് ടു ഹോളണ്ട് ആൻഡ് പോളണ്ട് വർ നോട്ട് അലൗഡ് ടു റിട്ടേൺ ടു നെതർലാൻഡ്. അപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്യാണ് പല സ്ഥലങ്ങളിലേക്ക്, ഹോളണ്ടിലേക്കും പോളണ്ടിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ഒരിക്കലും നെതർലാൻഡിലേക്ക് റിട്ടേൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഷീ ഈസ് ഇൻ ഡിലേമ വെദർ all of them are fighting together for freedom, truth and right for or whether Jews once again would become worthless. All the attitudes of the people confirmed the old truth. What one Christian does in his own responsibility, what one Jew does is throw back all the Jews. അപ്പോൾ ആ ഒരു കോട്ട് നോട്ട് ചെയ്യുക. എന്ത്? what one Christian does is his own responsibility. What one Jew does is throw back at all Jews. This implies that whatever the Jews did, they were looked down upon mercilessly. അപ്പോൾ ഈ ഒരു ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ് ജ്യൂസ് they were looked down upon mercilessly. അപ്പോൾ അവരൊരു ദയവുമില്ലാതെ എന്തിലേക്കാണ് നോക്കുന്നതാണ് ഈ ഒരു കോട്ടിൽ ഇംപ്ലൈ ചെയ്യുന്നത്. There is a mention about the attitude of the Dutch in this diary entry. അപ്പോൾ ഈ ഒരു ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ഡച്ചിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഷി വണ്ടേഴ്സ് ഹൗ ഡിഡ് ദ ഡച്ച് ഹു ആർ സച്ച് എ ഗുഡ് ഹോണസ്റ്റ് അപ്രൈറ്റ് പീപ്പിൾ ജഡ്ജ് ദ Jews as the most oppressed, the unhappiest and the most pitiful among the peoples of the world. അപ്പോൾ ഇതിൽ അവൾ അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഡച്ച് ഹു ആർ സച്ച് എ ഗുഡ് ഹോണസ്റ്റ് അപ്രൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ ജഡ്ജ് ദ ജ്യൂസ് ആസ് എ മോസ്റ്റ് ജ്യൂസിനെ ഒപ്രസ്ഡ് ആയിട്ടും അൺഹാപ്പിയസ്റ്റ് ആയിട്ടും പിറ്റിഫുള്ളായിട്ടൊക്കെ ഈ ഒരു ഡച്ചുകാർ ഇങ്ങനെ ജ്യൂസിനെ കാണുന്നതിൽ അവർ അത്ഭുതപ്പെടുകയാണ് അവൾ. Then she is on the hope that someday this hatred of the Jews will end and the Dutch will be considered noble towards them. On the other side, if that terrible threat becomes true, it will lead to a situation where the minority of Jews would have to leave Holland. Similarly, the Frank also will have to leave that beautiful country. മറ്റൊരു വശത്ത് എന്താണ്, ഇങ്ങനെ ഈ ഒരു ടെറിബിൾ ത്രെട്ട് ഒരു സത്യമായിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ലീഡ് ടു എ സിറ്റുവേഷൻ, അതൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും വെർ ദ മൈനോറിറ്റി ഓഫ് ദ ജ്യൂസ് വുഡ് ഹാവ് ടു ലീവ് ഹോളണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു മൈനോറിറ്റി കുറച്ച് ജ്യൂസ് എന്ത് ചെയ്യും? ഹോളണ്ടിലേക്ക് ലീവ് ചെയ്യേണ്ടി വരും. സിമിലർലി ദ ഫ്രാങ്ക് ഓൾസോ വിൽ ഹാവ് ടു ലീവ് ദാറ്റ് ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പോൾ ഫ്രാങ്കിനും അതുപോലെ തന്നെ ആ ഒരു കൺട്രിയിലേക്ക് ലീവ് ചെയ്യേണ്ടി വരും. In the end, she shows her love for Holland and she wishes it would become her fatherland and she continues with that hope. അപ്പോൾ അവസാനം അവൾ എന്ത് ഷോ ചെയ്യുന്നത്? ലവ് ടുവാർഡ്സ് ദ ഹോളണ്ട് എന്നുള്ള കൺട്രിനോടുള്ള ആ ഒരു ഇത്. അപ്പോൾ ഷീ വിഷസ്, അവൾ ആഗ്രഹിക്കണം ഇറ്റ് വുഡ് ബിക്കം ഹെർ ഫാദർലാൻഡായിട്ട്. പിന്നെ ഷീ കണ്ടിന്യൂസ് വിത്ത് ദാറ്റ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ അവളിങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ദെൻ in this she expresses her agony for not having a land of their own. The next entry to be dealt with is the one on Thursday 25th May 1944. അപ്പോൾ നെക്സ്റ്റ് എൻട്രി എന്താണ് ഇരുന്നത്? 1944 മെയ്യിൽ 25th തേഴ്സ്ഡേ ആണ് ഇരുന്നത്. 2 days later she began the diary afresh. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഡയറി ഫ്രഷ് ആയിട്ട് അവൾ തുടങ്ങുകയാണ്. ലേറ്റർ ഷി നറേറ്റ്സ് ഓഫ് ദി ഇൻസിഡൻസ് വെർ ദ വെജിറ്റബിൾ മാൻ വാസ് പിക്ക്ഡ് അപ്പ് ഫോർ ഹെൽപ്പിംഗ് 2 Jews ടു ഹൈഡ് ഇൻ ഹിസ് ഹൗസ്. അപ്പോൾ അവൾ എങ്ങനെ നറേറ്റ് ചെയ്യണത്? ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയണം. എന്താണ്? വെജിറ്റബിൾ മാൻ വാസ് പിക്ക്ഡ് അപ്പ് ഫോർ ഹെൽപ്പിംഗ് 2 Jews. അപ്പോൾ
എന്താ വെജിറ്റബിൾ മാൻ വാസ് പിക്ക്ഡ് അപ്പ് ഫോർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ജ്യൂസിന് ടു ഹൈഡ് ഇൻ ഹിസ് ഹൗസ്. അപ്പോൾ അവരുടെ ഹൗസിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഹാസ് ബീൻ എ ടെറിബിൾ സിറ്റുവേഷൻ ഫോർ ബോത്ത് ദ മാൻ ഹിംസെൽഫ് ആൻഡ് ദ ജ്യൂസ് വർ ഓൺ ദ വേർജ് ഓഫ് ഫാൾ. ഇൻ ദിസ് എൻട്രി ആൻഡ് എക്സ്പ്ലെയിൻസ് ദ കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു ഡയറിയിൽ ആൻ ഫ്രാങ്ക് എന്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അന്ന് ഫേസ് ചെയ്ത കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾസ്, അന്ന് ഫേസ് ചെയ്ത പീപ്പിളുടെ ഓരോ കണ്ടീഷനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ദ വേൾഡ് ഹാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. അന്ന് അവർക്ക് മുന്നിൽ ലോകം പോലും അവരെ താഴ്ത്തി നിർത്തി. പീപ്പിൾ വിത്ത് നോബിൾ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി ആർ സെൻഡ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, prisons and lonely cells. Then also other people who are young and old, rich and poor. അപ്പോൾ അന്ന് പല ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലായി, പ്രിസൺസിലായി, ലോൺലി സെൽസിലായി. അപ്പം അന്ന് ഈ ഒരു പൂർ പീപ്പിൾസ് ഫേസ് ചെയ്ത ഒരു പ്രശ്നങ്ങളാണ് ഇതിൽ പറയുന്നത്. Then people reached this trap through black market by helping other Jews or people who have not gone underground. Anyone who was not the member of NSD, National Socialist German Workers Party, did not know their fate. She also mentions about the atrocities caused against the Jews. അപ്പോൾ അന്നത്തെ കാലത്ത് ജ്യൂസ് ഫേസ് ചെയ്ത അട്രോസിറ്റീസ്, അന്ന് അവർ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ആ ഒരു റിലിജിയൻ അവിടെ കൊണ്ടുവന്നാണ്ട് ജ്യൂസിനെ അടിച്ചമർത്താൻ നോക്കുകയാണ് ചെയ്തത്. ദ ലോസ് ഓഫ് ദ മാൻ ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ ഗേൾസ് ആർ മിസറബിൾ. അന്നത്തെ ആ ഒരു ടൈമിലുള്ള ഗേൾസിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ ലോസ് ഓഫ് ദ മെൻസും ഒക്കെ വളരെ പരിതാപകരമായിരുന്നു. ദ ഓൺലി വേ ടു സോൾവ് ദിസ് ഇഷ്യൂ ഈസ് ടു ഈറ്റ് ലെസ്. One way is to cut out breakfast together and have porridge and bread for lunch and to have fried potatoes for supper. അപ്പോൾ അന്നത്തെ ആ ടൈമിൽ അത്രയ്ക്ക് മിസറബിളായിരുന്നു. എന്തൊക്കെയായിരുന്നു ഫുഡ്? ടു കട്ട് ഔട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓൾ ടുഗദർ ആൻഡ് ഹാവ് പോറിഡ്ജ് ആൻഡ് ബ്രെഡ് ഫോർ ലഞ്ച്. ബ്രെഡൊക്കെ ആയിരുന്നു. ആൻഡ് ഹാവ് ഫ്രൈഡ് പൊട്ടാറ്റോസ് ഫോർ സപ്പറിന് ഫ്രൈഡ് പൊട്ടാറ്റോസ് ആയിരുന്നു. അനദർ അൾട്ടർനേറ്റീവ് വാസ് ടു കൺസ്യൂം വെജിറ്റബിൾസ് ഓർ ലെറ്റ്യൂസ് ഓൺലി വൺസ് ഓർ ട്വൈസ് പെർ വീക്ക്. അപ്പോൾ ആഴ്ചയിൽ എപ്പോഴേലൊക്കെ വെജിറ്റബിൾസോ ലെറ്റ്യൂസോ ഒക്കെ കിട്ടിയിരുന്നു. ഷീ ഓൾസോ സെറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു റിമെയിൻ ഹംഗ്രി ദാൻ ബീങ് ഡിസ്കവേർഡ് ബൈ ദ. പക്ഷെ അവൾ അന്നും അവൾക്ക് തോന്നിയത് എന്താണ്? അവർ കണ്ടെത്തില്ല, നല്ലത് ഹംഗ്രി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്, അവർ ഡിസ്കവർ ചെയ്യുന്നവരെ ഏറ്റവും ബെറ്റർ അതാണ്. ഓൺ ദ ഹോൾ ദിസ് ഡയറി ആൻഡ് gives an insight to the plight of the Jews under the Nazi Germany. അപ്പോൾ ഈ ഒരു നാസി ജർമ്മനിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ജ്യൂസിനെ കുറിച്ച്. അപ്പം അന്ന് അവർക്ക് പുറത്തിറങ്ങാനും ഒരു പേടിയുള്ള ഒരു ടൈമായിരുന്നു. അങ്ങനെയാണ് അവർ ആ ഒരു സീക്രട്ട് അനക്സിൽ ഹൈഡ് ചെയ്തത്. ബട്ട് ആ സീക്രട്ട് അനക്സ് കണ്ടുപിടിച്ച് അങ്ങനെ അവർക്ക് ആ ഒരു ഹാപ്പി ലൈഫും അന്ന് അവിടുന്ന് നഷ്ടമായി. അപ്പോൾ എനിവേ, അപ്പോൾ അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഫ്രാങ്കിൻ്റെ തൻ്റെ ഡയറി പബ്ലിഷ് ചെയ്യണമെന്ന്. അങ്ങനെ തൻ്റെ ഓട്ടോ ഫ്രാങ്കായ ഫാദർ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്തു. അപ്പോൾ വളരെ ബ്രീഫായിട്ടാണ് ഞാൻ ഈ ഡയറി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഡയറിയിലുള്ളത്.